നമസ്കാരം, മഷിത്തണ്ടിലേക്ക് സ്വാഗതം. നല്ല ഭക്ഷണത്തെ പോലെ തന്നെ പ്രധാനമാണ് അതിന് രുചി പകരുന്ന ഉപ്പും. ശരീരത്തിലെ രക്തസമ്മർദ്ദത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിന് ഉപ്പിന് വലിയ പങ്കുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പരൽ ഉപ്പിൽ നിന്നും മാറി പൊടി ഉപ്പിലേക്കും അവിടെ നിന്ന് അയഡൈസ്ഡ് ഉപ്പുകളിലേക്കും എത്തി. എന്നാൽ ഇപ്പോൾ അവിടവും കഴിഞ്ഞ് പിങ്ക് സാൾട്ട് കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജസ്ഥാൻ, പഞ്ചാബ് പ്രവിശ്യകളിലാണ് പിങ്ക് ഉപ്പ് കൂടുതലായി കണ്ടുവരുന്നത്. റോക്ക് സാൾട്ട്, ഇന്ദുപ്പ് എന്നീ പേരുകളിലെല്ലാം ഇത് അറിയപ്പെടുന്നുണ്ട്. ഹിമാലയത്തിൽ സിന്ധ് പ്രവിശ്യയിലെ ഇന്ദുപ്പാണ് ഏറ്റവും നല്ലത്. മഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം, കോപ്പർ, കാൽഷ്യം, മാംഗനീസ് എന്നീ ലോഹങ്ങൾ പിങ്ക് സാൾട്ടിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിൽ നിർജീവമായി കിടക്കുന്ന അമിത കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. മലബന്ധം അനുഭവിക്കുന്ന ആളുകൾ ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് ആശ്വാസം നൽകും. ത്രിദോഷങ്ങളായ വാതം, പിത്തം, കഫം ഇവ മൂന്നിനെയും ബാലൻസ് ചെയ്യാൻ പിങ്ക് ഉപ്പിന് സാധിക്കുന്നു. ശരീരത്തിലെ ഉപാപചയം വർദ്ധിപ്പിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി രാവിലെ ആഹാരത്തിന് മുൻപ് നാരങ്ങാ നീരും പിങ്ക് ഉപ്പും അല്പം വെള്ളത്തിൽ ചേർത്ത് കുടിച്ചാൽ വളരെ നല്ലതാണ്. ഉപ്പൂറ്റി വിണ്ട് കീറലിന് പരിഹാരമായി ഇളം ചൂടുവെള്ളത്തിൽ ഈ ഉപ്പ് ചേർത്ത് കാൽ മുക്കി വയ്ക്കുക. ശരീരഭാഗങ്ങളിൽ നീരുണ്ടെങ്കിൽ പിങ്കുപ്പിട്ട് വെള്ളം തിളപ്പിച്ച് നീരുള്ള ഭാഗത്ത് ആവി നൽകാം. അതുമല്ലെങ്കിൽ മുരിങ്ങയിലയോടൊപ്പം ഉപ്പരച്ച് ചേർത്തു പുരട്ടുക. പുരുഷന്മാരിൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് നല്ല കുളിർമ നൽകാൻ ഈ ഉപ്പിന് സാധിക്കുന്നു. അതിനാൽ തന്നെ സുഖപ്രദമായ ഉറക്കവും ലഭിക്കുന്നു. അതുവഴി ശരീരത്തിന് ഉന്മേഷം ലഭിക്കുന്നു. ഇന്ദുപ്പ് നിങ്ങളുടെ ശരീരത്തിലെ സെറാട്ടോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഈ ഹോർമോൺ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കാനും ഊർജം വർദ്ധിപ്പിക്കാനും വിഷാദം ഒഴിവാക്കാനും സഹായിക്കുന്നു. ഇന്ദുപ്പ് ചർമ്മത്തെ ജലാംശം നിലനിർത്തുകയും ചെറുപ്പവും പുതുമയുള്ളതുമാക്കുകയും ചെയ്യുന്നു. മുഖക്കുരുവിന് ഒരു കാരണം ചർമ്മത്തിലെ pH അസന്തുലിതാവസ്ഥയാണ്. ഇന്ദുപ്പ് ചർമ്മത്തിൻ്റെ pH സന്തുലിതമാക്കുകയും മുഖക്കുരു രഹിത ചർമ്മം നൽകുകയും ചെയ്യുന്നു. ഒരു പിടി പിങ്ക് ഉപ്പ് രാത്രി മുഴുവൻ വെള്ളം നിറച്ച ഒരു ജഗ്ഗിൽ വെച്ച് അലിയിക്കുക. രാവിലെ കുടിക്കുക. ഇങ്ങനെ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിൽ മതിയായ അളവിൽ മഗ്നീഷ്യം അടങ്ങിയതിനാൽ പേശി വലിവ് നിയന്ത്രിക്കുന്നതിൽ ഫലപ്രദമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ അമിത ഉപയോഗം ഉയർന്ന രക്തസമ്മർദ്ദത്തിനും വിട്ടുമാറാത്ത വൃക്കരോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അധിക ഉപ്പ് കഴിക്കുന്നത് മൂത്രത്തിലൂടെ കാൽസ്യം അമിതമായി പുറന്തള്ളാൻ ഇടയാക്കാം. ഇത് ഓസ്റ്റിയോപോറോസിസിലേക്ക് നയിച്ചേക്കാം. ചില വ്യക്തികൾക്ക് ഹിമാലയൻ ഉപ്പ് അലർജി ആയിരിക്കാം. നീർവീക്കം, തിണർപ്പ് മുതലായ അലർജി പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടായാൽ ഈ ഉപ്പ് ഉപയോഗിക്കുന്നത് നിർത്തണം. ഈ ഉപ്പ് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുന്നത് നല്ലതാണ്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ആക്കാൻ മറക്കരുതേ. മാത്രവുമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി.